പല വിധത്തിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. 2019 ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് സൈക്കിൾ തുടങ്ങിയ ഒരു യാത്ര ഇപ്പോഴും തുടരുകയാണ് ബ്രജേഷ് ശർമ്മ എന്ന മുൻ സൈനികൻ. ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണ പ്രചാരണം ആണ്. മധ്യപ്രദേശ് ഭോപ്പാൽ സ്വദേശിയായ ബ്രജേഷ് സൈക്കിളിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു ജീവിതം. ബ്രജേഷ് ശർമ്മ വയനാട്ടിലെത്തിയപ്പോൾ പിന്നിട്ടിരിക്കുന്നത് 40,000-ലധികം കിലോമീറ്ററുകൾ. 2019 തുടങ്ങിയ സൈക്കിൾ യാത്രയിൽ ഇത് 12ാം സംസ്ഥാനം. വെറുമൊരു യാത്രയല്ല ബ്രജേഷിൻ്റേത്. 17 കൊല്ലത്തോളം സൈനിക സേവനം നിർവഹിച്ചു. 2019 മുതൽ പരിസ്ഥിതി പുനഃസ്ഥാപന സന്ദേശവുമായി യാത്ര തുടരുന്നു. പ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്ന വിപത്തിനെതിരായ സന്ദേശം, ജൈവകൃഷി പ്രോത്സാഹനം തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് യാത്ര. എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രാദേശിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. ചിലർ ഭക്ഷണവും താമസവും നൽകും. ചിലയിടങ്ങളിൽ വഴിയിടങ്ങൾ അഭയകേന്ദ്രമാകും. ആ വിധം യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. I will start my cycle journey Gujarat Gandhinagar. So I have completed 40,000 kilometers. So I am going all over India. So my cause is single use plastic, organic farming and pollution free India. So I am create awareness every schools, college and university. So 46 lakh student I will go every schools and college or university and create awareness single use plastic. And my next cause is organic farming. So 9,000 village I will complete it. 275 നഗരങ്ങളിലും 8,500-ലധികം ഗ്രാമങ്ങളിലും ബ്രജേഷ് എത്തി. ഏറെ സമയമെടുത്താണ് യാത്ര ചെയ്യുന്നത്. കർണാടകയിൽ മാത്രം തങ്ങിയത് 1 വർഷം. കർണാടകയിൽ സ്വീകരിച്ച പ്രമുഖരിൽ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടും ഉൾപ്പെടുന്നു. 46 ലക്ഷം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ഇതിനകം അഭിസംബോധന ചെയ്തു. Kerala is my 12th state and I will go Tamil Nadu. So all over India tour and 40,000 kilometer I am completed my cycle journey. So I will go everywhere. Any staying in jungle and dawa, temples and petrol pumps. So this is my journey and my motto is single use plastic free India. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ഉയർത്തുന്ന യാത്ര തുടരും. അതിന് എത്ര കാലം വേണ്ടി വന്നാലുമെന്ന് ബ്രജേഷ് പറയുന്നു. 24 വയനാട്.